ഹല്ലേലൂയ. ദൂരത്തും ചാരത്തും അടുത്തും അകലെയും ഒക്കെയുമായിരുന്ന ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവർ, അപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വചനം കേൾക്കുന്നവരെ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ആമേൻ. കർത്താവ് ഇന്ന് പകൽ നിങ്ങൾക്ക് നൽകി തരുന്ന വചനം നിങ്ങളുടെ ജീവിതത്തിന് ഒരു അത്ഭുതമായി മാറട്ടെ, ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 46-ാം സങ്കീർത്തനം, എൻ്റെ 1-ാമത്തെ വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കും. എന്താണ് ദൈവം നമ്മുടെ സങ്കേതം, ബലവും? അപ്പം ദൈവം നമ്മുടെ സങ്കേതമാണെങ്കിൽ ഈ ലോകത്തിൽ നമ്മൾ ഒന്നിനെയും ഭാരപ്പെടേണ്ട, ഒന്നിനെയും ഭയപ്പെടേണ്ട, ഒന്നിനെയും നമ്മൾ ആശ്ചര്യത്തോടെ നോക്കേണ്ട, ഒന്നിൻ്റെ മുമ്പിൽ നമ്മൾ പതറിപ്പോകണ്ട. ദൈവം നമുക്ക് സങ്കേതമായി ബലമായി ഉള്ളത് കൊണ്ട് കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. ഭർത്താവ് ഭാര്യയ്ക്ക് നല്ല തുണയായിരിക്കുന്നത് പോലെ ആ ഭാര്യയ്ക്ക് ഭർത്താവ് നല്ല ബലവും സങ്കേതമാകുന്നത് പോലെ നമ്മുടെ സൃഷ്ടാവായ ദൈവം എല്ലാ മേഖലയിലും നമുക്ക് സങ്കേതവും ബലവുമാണ്. അപ്പോൾ തന്നെ അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, ജീവിതം എന്നൊക്കെ പറയുന്നത് അതൊരു താൽക്കാലികമായതാണ്. ആ ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടതയിലും പ്രയാസത്തിലൂടെ കടന്നു പോകണം. കഷ്ടതയില്ലാതെ ഈ ഭൂമിയിൽ ആർക്കും ജീവിക്കാൻ പറ്റത്തില്ല. അങ്ങനെ കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നാം മാനുഷികമായ മുഖം അന്വേഷിക്കുന്നതിന് പകരമായി നമ്മെ സൃഷ്ടിച്ചവനായ, നമ്മെ നിർമ്മിച്ചവനായ, നമ്മെ ഉണ്ടാക്കിയവനായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ, രക്ഷകനായിരിക്കുന്ന കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ തന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നോക്കിയിട്ട് നിങ്ങൾ പറയണം, യേശുവേ നീ എൻ്റെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണെന്ന്. അങ്ങനെ നിന്റെ ആദരങ്ങളെന്ന് പറയുന്നെങ്കിൽ നിന്നെ തകർക്കുവാൻ നിനക്ക് ചുറ്റും പാളയും ഇറങ്ങിയിരിക്കുന്ന ദുഷ്ട ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുവാൻ ദൈവത്തിൻ്റെ ദൂതന്മാരെ നിനക്ക് ചുറ്റും പാളയുമായി ഇറക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ജീവിതം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെത്ര ആശ്വാസകരമായി കാണേണ്ടതാണ്. അതുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുള്ള അനുഭവങ്ങളാണ്. ദാവീദ് രാജാവ് പറഞ്ഞു, ദൈവത്തെ തുണയാക്കിക്കൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ ഹല്ലേലൂയ വഴി നടത്തിയ കാര്യങ്ങളൊക്കെ ദാവീദ് തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ ഇസ്രായേൽ മക്കളെ വഴി നടത്തി എന്ന് പറയുന്നത് ദൈവം അവരുടെ സങ്കേതവും ബലവുമായി മോശയോട് കൂടെ ഇരുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടി വന്നില്ല. സമയാസമയങ്ങളിൽ അവർക്ക് വേണ്ടുന്ന മന്നയും കാടപ്പക്ഷിയും പാറയെ പിളർന്ന് വെള്ളവും മരുഭൂമി യാത്രയിൽ അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുത്തു. ഹല്ലേലൂയ. കാരണം ദൈവം നമ്മുടെ സങ്കേതവും ബലവും കോട്ടയും എന്ന് പറഞ്ഞതുപോലെ, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയെന്ന് പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ ജീവിതയാത്രയിൽ മുഴുവൻ ദൈവമുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മുടെ സഹായവും പരിചയം ദൈവമാണെന്ന് 33-ാം സങ്കീർത്തനം 20-ാം വാക്യം വായിച്ചാലും കാണാൻ കഴിയും. അപ്പോൾ തന്നെ ദൈവം നമ്മുടെ സങ്കേതവും ബലവും നമ്മൾ 46-ാം സങ്കീർത്തനം വായിച്ചു. അപ്പോൾ എല്ലായ്പ്പോഴും ദൈവം നിങ്ങൾക്ക് തുണയായിരിക്കുന്നുവെങ്കിൽ തിന്മ നിങ്ങളെ തൊടുക പോലുമില്ല. ഹല്ലേലൂയ. ഈ ഭൂമി മുഴുവൻ തിന്മ കൊണ്ട് നിറഞ്ഞിരിക്കുക. തിന്മയുടെ ഉടയവൻ എന്ന് പറയുന്നത് സാത്താനാണ്. അപ്പം ദൈവം നിങ്ങൾക്ക് തുണയാണ്, സങ്കേതമാണ്, ബലമാണെങ്കിൽ തിന്മ എന്ന് പറയുന്നത് നിന്റെ ജീവിതത്തിന്മേൽ എടുക്കത്തില്ല. നമുക്കറിയാം, ഒരുപാട് ദുരാത്മാവിൻ്റെ പോരുകൾ, അശുദ്ധാത്മാക്കളുടെ പോരുകൾ, വ്യാജാത്മാക്കളുടെ പോരുകൾ, ഭൂതാത്മാക്കളുടെ പോരുകൾ, അങ്ങനെ വിവിധ മാനസികമായി തകർന്ന കണ്ണുനീരിൻ്റെ നടുവിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നവരാണ്. എന്നാൽ ദൈവം നമ്മുടെ സങ്കേതമായി ബലമായിട്ടിരിക്കുന്നെങ്കിൽ ഒരു തിന്മയ്ക്ക് നിന്നെ തൊടാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഹല്ലേലൂയ, ഒരു ബാധയും നിനക്ക് പറ്റുകയില്ലെന്ന്. തിന്മ നിന്നെ തൊടുകയില്ല, ഒരനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. അപ്പോൾ സങ്കീർത്തനക്കാരനോട് ചേർന്ന് നീയും പറയുവാൻ കഴിയണം, ദൈവമേ നീ തന്നെ എൻ്റെ സഹായവും എന്നെ വിടുവിക്കുന്നവനുമാകുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ പാടിപ്പുകഴ്ത്തണം. 40-ാം സങ്കീർത്തനം ഹല്ലേലൂയ 17-ാം വാക്യം വായിച്ചാലും 70-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിലേക്ക് വന്നാലും കാണാൻ കഴിയും. അപ്പം തിന്മയെന്ന് പറയുന്നത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. സകല കുഞ്ഞുങ്ങളെ തിന്മയിലേക്ക് നയിക്കുവാൻ സാത്താൻ ഭയങ്കര വിരുദ്ധുള്ളവനാകട്ടോ. നമ്മളെത്ര സത്യസന്ധമായി വിശുദ്ധമായി ജീവിക്കാൻ ആഗ്രഹിക്കാനും തിന്മ എന്ന് പറയുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. നമ്മൾ തിന്മയിലൂടെ കടന്നു പോകുമ്പോൾ സാത്താന് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ നാം നന്മയെ അനുഭവിക്കുന്നത് ദൈവത്തിന് പ്രസാദമാണ്. ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും നന്മയെ അനുഭവിക്കണം, നന്മയെ പിന്തുടരണമെന്നാണ്. അതുകൊണ്ട് ആ നന്മ പിന്തുടരാതിരിക്കാൻ വേണ്ടിയാണ് സാത്താൻ നിങ്ങൾക്കെതിരെ നിൽക്കുന്നത്, അല്ലെങ്കിൽ പോരാടുന്നത്. ഹല്ലേലൂയ.
അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, ദൈവോദരം പറയുന്നു, ശത്രുക്കൾ എല്ലാ വശത്തു നിന്നും സങ്കീർത്തനക്കാരനെ ജനിക്കിയപ്പോൾ ഭയപ്പെട്ടില്ല. ദൈവമേ, എന്നെ സഹായിപ്പാൻ ഉണർന്ന് കടാക്ഷിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് പ്രാർത്ഥിച്ച് സങ്കീർത്തനം 59:4 വായിച്ചാൽ കാണാൻ കഴിയും. എന്നെ സഹായിപ്പാൻ ഉണർന്ന് പ്രവർത്തിക്കണമേ. അതേ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നിന്നെ സഹായിപ്പാൻ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെയാണ് നീ ആശ്രയം വെക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിനക്ക് വിജയിപ്പാൻ കഴിയും. ഹല്ലേലൂയ. അപ്പം വചനം പറയാണ്, നീ എനിക്ക് സഹായമായി തീർന്നുവല്ലോ, നിന്റെ ചിറകിൻ നീളിൽ ഞാൻ ഘോഷിച്ചാനന്ദിക്കുന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ ദൈവം തുണയായിരിക്കുന്നത് കൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ലെന്ന് 46-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങളും വായിച്ചാൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. അതേ, കഷ്ടകാലം എപ്പോൾ വരുമെന്ന് നിങ്ങൾക്കറിയില്ല. എപ്പോൾ രോഗം വരുമെന്നും വ്യാധി വരുമെന്നും നമുക്കറിയില്ല. എപ്പോൾ ദുരിതം വരും, ദുരിതങ്ങൾ വരും, പ്രളയം വരുമെന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് ഉരുൾപൊട്ടൽ സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല. ഞാനിപ്പോൾ ഈ കടൽക്കരയിലാണ് നിൽക്കുക. എപ്പോഴാണ് കടൽ ശോഭിക്കുന്നത് എനിക്കും അറിയില്ല. തിരമാലകൾ എപ്പോഴാണ് ഉയർന്നു വരുന്നത് എനിക്കും അറിയില്ല. പക്ഷെ ഞാനിവിടെ ധൈര്യത്തോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ധൈര്യത്തോടെ നിന്ന് ഈ ദൈവവചനം വിളിച്ചു പറയുന്നത് എന്താണ്? ദൈവം നമ്മുടെ സങ്കേതവും ബലവും, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായതുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും അതിലെ വെള്ളം ഇരച്ച് കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഞാൻ ഭയപ്പെടില്ല. കാരണം ഈ തിരമാലകൾ അടിച്ചുയർന്ന് എന്നെ മൂടിക്കളയണമെങ്കിൽ, ആ തിന്മയെ തുടരണമെങ്കിൽ ദൈവം അനുവദിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാനിവിടെ ധൈര്യമായിട്ട് നിന്ന് ഈ വചനമൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടോ. ഞാൻ പലപ്പോഴും ഈ കടൽക്കരയിൽ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ഇവിടെ വലിയ ഏകാന്തതയാണ്. നമുക്ക് എത്ര ശബ്ദത്തിൽ വേണേലും പ്രാർത്ഥിക്കാം, എത്ര ശബ്ദത്തിൽ വേണേലും ദൈവവചനം പ്രസംഗിക്കാം. നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞൊരു ക്വാർട്ടേഴ്സാണ്. ചുറ്റിലും വീടുകളാണ്, അടുത്തടുത്ത ഭവനങ്ങളാണ്, മുറ്റത്ത് റോഡാണ്. എല്ലാ വണ്ടികളും വാഹനങ്ങളും മീൻ കച്ചവടക്കാരും എന്ന് വേണ്ട എല്ലാ റോഡുകളെ പോകുമ്പോൾ എനിക്ക് ഏകാഗ്രത കിട്ടത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഞാൻ കടപ്പുറത്ത് നിൽക്കുമ്പോൾ പറഞ്ഞു, നീ ഇവിടെ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് തുടങ്ങിയതാ കേട്ടോ. അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് വളരെ ഏകാഗ്രതയോടെ നിർമ്മല ഹൃദയത്തോടെ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ട്. ദൈവവചനം സൂക്ഷിപ്പാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? തിന്മ തൊടാതിരിപ്പാൻ കഴിയുന്ന നിലയിൽ ദൈവം എനിക്ക് സങ്കേതമായി കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിട്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ നിങ്ങൾക്ക് നൽകുന്ന വാഗ്ദത്തം എന്താണ്? കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യുമെന്ന് 50-ാം സങ്കീർത്തനം 15-ാം വാക്യം പറയുന്നുണ്ട്. അതേ, കഷ്ടകാലത്ത് നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം കേട്ടോ. ദൈവം നിങ്ങളെ വിടുവിക്കും. ഹല്ലേലൂയ. മാത്രമല്ല ദൈവത്തിന് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരവരുളും, നീ അറിയാത്ത മഹത്തായും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കുമെന്ന്. ഹല്ലേലൂയ. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 33:3 വായിക്കുന്നുണ്ട്. നമുക്ക് ഈ കുറേ വാഗ്ദത്ത വചനങ്ങൾ അറിഞ്ഞിരിക്കുന്ന അതാ കേട്ടോ. അർത്ഥങ്ങളൊന്നും മനസ്സിലായില്ലെങ്കിൽ എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിശുദ്ധ വേദപുസ്തകം ഉണ്ടെങ്കിൽ ഈ വചനമൊക്കെ എഴുതി വാക്യങ്ങളെടുത്ത് വായിക്കുക. അത് തന്നെ നിന്റെ ജീവിതം ഒരു വിടുതലാകും. ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. നിങ്ങളെ തകർക്കും വിധം ഭയാനകമായ വിഷയങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാം. അത് വിവിധ കഷ്ടങ്ങളായിട്ടും പ്രയാസങ്ങളായിട്ടും രോഗങ്ങളായിട്ടും ദുഃഖങ്ങളായിട്ടും നിന്ദകളായിട്ടും കടക്കണികളായിട്ടൊക്കെ വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അതിനകത്ത് പതറിപ്പോകാതെ നന്മയുടെ വശം മാത്രം നിങ്ങൾ ചിന്തിക്കുക. എന്താണ് നന്മയെന്ന് പറയുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലെ നന്മയെ മാത്രം നിങ്ങൾ ചിന്തിച്ചുകൊണ്ട് തിന്മ നിങ്ങളെ തൊടുകയില്ലെന്ന് നിങ്ങൾ ശത്രുവിനെ നോക്കി വെല്ലുവിളിക്കണം. അതിനൊരു കൃപ വേണം, ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. വായിച്ച വചനം എന്താണ്? ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്ന കഷ്ടങ്ങൾ അവർ ഏറ്റവും അടുത്ത തുണയാകുന്നു. അതേ ഇന്ന് പകൽ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ദൈവം നിന്നെ വിടുവിക്കാൻ ആഗ്രഹിക്കുക. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഷ്ടതയും പ്രയാസങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ജീവിതത്തിൽ നിരാശകളും വേദനകളും പ്രളയം മുഖാന്തരം ഉണ്ടായ നാശനഷ്ടങ്ങൾ മുഖാന്തരം അനവധി ആളുകൾ കർത്താവെ വേദനയോടെ കടന്നു പോകുന്നു. ഞങ്ങളുടെ സങ്കേതവും ബലവുമായ കർത്താവ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി ദൈവമേ, കേരളത്തിലെ ജനത്തോടും കർത്താവെ ഭാരതത്തിലെ ജനത്തോടും ലോകരാജ്യങ്ങളുള്ള സകല ജനത്തോടും ഇടപെട്ട് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കൊടുക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.